പാർത്ഥ, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കൂട്ടക്കുരുതിക്ക് വിധേയമായിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത്. ഈ ഒരു സാഹചര്യത്തിലല്ലേ നമ്മുടെ CAA ചർച്ചയാക്കേണ്ടത്? അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, ഇല്ലേ? അതെ, അതായത് ഈ കൂട്ടക്കുരുതി നടന്നത് എവിടെയാണ് എന്നും കൂടി നമ്മൾ പറയണമല്ലോ. അപ്പം ബംഗ്ലാദേശിൽ ആണ് ഹിന്ദു ന്യൂനപക്ഷങ്ങൾ, അതായത് അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അപ്പം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ ഈ ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിക്കുകയും ആ വിദ്യാർത്ഥി പ്രക്ഷോഭം പിന്നീട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് മാറുകയും ആ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വരികയും അവിടെ യൂനുസിനെ ഇടക്കാല സർക്കാരിൻ്റെ തലവനായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം നോബൽ സമ്മാന ജേതാവൊക്കെയാണ്. പക്ഷേ അവിടെ നടന്നത് ഹിന്ദുക്കളുടെ അമ്പലങ്ങളടക്കം ഭദ്രകാളി ക്ഷേത്രമടക്കം തകർക്കുകയും പല ഹിന്ദുക്കളെയും അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ചെറിയ പെൺകുട്ടികളെ പോലും തലവെട്ടി അരിഞ്ഞ സംഭവം ഉണ്ടായി, അതിക്രൂരമായി ഉപദ്രവിക്കുന്ന സംഭവം ഉണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് ഒരു ഹിന്ദു ന്യൂനപക്ഷമായത് കൊണ്ടായിരിക്കാം വലിയ സമരങ്ങളൊന്നും നമ്മളിവിടെ കണ്ടില്ല. അതെ, വലിയ പാലസ്തീനങ്ങാനായിരുന്നെങ്കിൽ നമ്മൾ ബോധം കെട്ടുപോയാണ്. അപ്പം ഇത്തരത്തിൽ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഭവിച്ചത്? അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ കൃത്യമായ രീതിയിൽ അവിടുത്തെ തീവ്രവാദ സംഘടന അവിടെ അധികാരത്തിലേറി. അതായത് പക്കാ തീവ്രവാദ സംഘടന തന്നെ അവിടെ അധികാരത്തിലേറി. തൊട്ടിപ്പുറത്ത് ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അവിടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക തീവ്രവാദ ഭരണകൂടം അധികാരത്തിലേറി നിൽക്കുന്നു. ഇനി തൊട്ടിപ്പുറത്ത് നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകാം. പാകിസ്ഥാനിലും ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു, വളരെയധികം ചെറിയ കുറച്ച് ക്രിസ്ത്യൻ, സിഖ് വിഭാഗങ്ങളുണ്ട്. അവരും വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പം നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. അവിടെയും ഒരു മുസ്ലിം രാഷ്ട്രമാണ്. ഇവിടെയാണ് CAA പ്രാധാന്യമുള്ളത്. CAA വന്ന സമയത്ത് ഇവിടെ വലിയ സമരങ്ങളായിരുന്നു നടന്നത്. കേരളം ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങിക്കൊണ്ട് മോദിക്ക് തെറി വിളിച്ചു, അമിത്ഷായ്ക്ക് തെറി വിളിച്ചു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധങ്ങൾ. അതെ, അമിത്ഷായ്ക്ക് തെറി വിളിച്ചുകൊണ്ട്, അതായത് ഈ BJP എന്തോ വർഗീയത കളിക്കുകയാണ്, മതത്തിന്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ CAA-യും NRC-യും എന്താണെന്ന് അറിയാത്ത പാവപ്പെട്ടവരോട് വേറെയും പറഞ്ഞു. അതായത് നിങ്ങളെല്ലാം ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ നാട് കടത്താൻ വേണ്ടി പോവുകയാണ് എന്ന് വരെ പറഞ്ഞു. കാലങ്ങളായി ഇവിടെ താമസിക്കുന്ന മുസ്ലിങ്ങള്, ഇപ്പൊ അത് ഇവിടുന്ന് റേഷൻ വാങ്ങി കഴിക്കുന്ന മുസ്ലിങ്ങള് റേഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല, ഇന്ത്യയിലേ ഇല്ല നിങ്ങളുടെ പേര്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം, നിങ്ങൾക്ക് അരി പോലും കിട്ടില്ല, റേഷൻ അരി പോലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഇവിടത്തെ ആൾക്കാർ പറഞ്ഞു പരത്തി. മാത്രമല്ല, ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ചില സമരങ്ങളുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങളിൽ ഇവരുടെ പ്രവർത്തകർ എഴുതി കൊടുത്ത സാധനം വായിച്ചത് കേട്ടുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഈ മുസ്ലിങ്ങളെ മൊത്തം കടത്തിവിടുന്നു, നാട് കടത്താൻ വേണ്ടി പോകുന്നു, തെരുവ് നാടകങ്ങളെല്ലാം കളിച്ചു. ഇതൊക്കെ കണ്ട മലയാളിക്ക് ഇപ്പോഴും ഇത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ 2019 ഈ CAA ഇവിടെ പാസ്സാക്കി. അതുപോലെ തന്നെ അതിനോട് അടുത്ത ദിവസങ്ങൾ, എനിക്ക് തോന്നുന്നു 10, 11, 12 തീയതികളിലൊക്കെ ആയിട്ട് അത് രാജ്യസഭയും ലോക്സഭ, രാജ്യസഭ, അതുപോലെ തന്നെ രാഷ്ട്രപതി ഒപ്പിട്ടു. അതൊരു നിയമമായി. 2020 അത് എന്ത് ചെയ്തു? കൃത്യമായി നിയമം ഇവിടെ നിലവിൽ വന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, മതത്തിന്റെ പേരിൽ എന്തിനാണ്, ഒരു മതവിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനാണ് നിങ്ങൾ CAA നടപ്പിലാക്കിയതെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് 3 രാജ്യങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അന്ന്. 3 രാജ്യത്തെ മാത്രം എടുത്തുകൊണ്ടല്ലേ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ CAA എന്ന് പറയുന്ന സമയത്ത് CAA കൃത്യമായി പറയുന്നുണ്ട്, 2014 ഡിസംബർ 31 മുൻപ് ഇവിടേക്ക് വന്നിട്ടുള്ള, അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ സിഖ്, ജൈന, ഹിന്ദു, പാർസി തുടങ്ങിയ ക്രിസ്ത്യൻ തുടങ്ങിയ മതവിഭാഗങ്ങളിലെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അനധികൃത കുടിയേറ്റക്കാരായി നമ്മൾ പരിഗണിക്കേണ്ടതില്ല. എന്താണ് ഇതിന്റെ പറയുന്ന കാരണം? ആ രാജ്യത്തെ ആളുകൾക്ക് പോകാൻ വേറെ മാർഗമില്ല. അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം വരാൻ പോകുന്നുവെന്നും അവിടെ ഏത് നിമിഷവും അട്ടിമറിക്കപ്പെടുമെന്നും അവിടെ തുടർച്ചയായി പട്ടാള അട്ടിമറികൾ ഉണ്ടാകുമെന്നും മുന്നിൽ കണ്ടുകൊണ്ട് മോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി അദ്ദേഹം ചെയ്തു വെച്ച കാര്യമാണിത്. അവിടുത്തെ ക്രിസ്ത്യാനികൾക്കും അവിടുത്തെ ഹിന്ദുക്കൾക്കും അവിടുത്തെ സിഖിനും പാർസിക്കും ജൈനനും ബുദ്ധനും ഒക്കെ മനുഷ്യാവകാശങ്ങളുണ്ട്. അവർക്ക് ഇവിടേക്ക് സുഖകരമായി വന്ന് നിൽക്കാനുള്ള
ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നതായിരുന്നു ഈ CAA മോദി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിനെതിരെ വലിയ ഉറഞ്ഞുതുള്ളി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ ഉറഞ്ഞുതുള്ളി ആസാമിൽ അതായത് തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള സമരങ്ങളുണ്ടായി. അതിൻ്റെ കാരണം വേറൊന്നായിരുന്നു. കാരണം ഈ പുറമേ നിന്ന് ആളുകൾ തെക്ക് കിഴക്കൻ സംസ്ഥാനത്തിലേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ജനസംഖ്യയുടെ ഒരു പാറ്റേൺ മാറും. അങ്ങനെ ഒരു പാറ്റേൺ മാറുമ്പോൾ അവർക്കത് പോകാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് അവിടെ സമരം ഉണ്ടായത്. നേരെ മറിച്ച് ബംഗാളിൽ അതിന് അനുകൂലമായ ട്രെൻഡായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഒരുപാട് ന്യൂനപക്ഷ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ഇവിടെ വാദിച്ചത് എന്തായിരുന്നു? അപ്പോൾ ആസാമിലെ വിഷയത്തിൽ ആരോപിച്ചത് വേറൊരു കാര്യമായിരുന്നു. ഈ പൗരത്വം ലഭിക്കാൻ വേണ്ടി ഭീമമായ രീതിയിൽ കൈക്കൂലി കൊടുക്കേണ്ടി വരും എന്നൊരു ആരോപണം ഇവിടെ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അതെ, അത്തരത്തിലുള്ള പല ആരോപണങ്ങളും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇവർ പറഞ്ഞ്, പല രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. കാരണം ഇന്ത്യയിൽ മൊത്തം നടപ്പാക്കുന്ന ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കാനും ഇവിടെ ആളുണ്ടായിരുന്നു. അതും വിശ്വസിച്ചു. കാരണം നിയമത്തെക്കുറിച്ചോ നിയമവ്യവസ്ഥിതിയെക്കുറിച്ചോ കൃത്യമായി ബോധം നമുക്കൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എത്ര വലിയ ആളാണെങ്കിലും ഈ ഭരണഘടന എടുത്തു നോക്കുകയോ അല്ലെങ്കിൽ IPCയോ CRPCയോ ഇപ്പോൾ അത് മാറി, ഭാരതീയ ന്യായ സംഹിതയും അതുപോലത്തുള്ള സംഭവങ്ങളാണ്. അതും എടുത്ത് വായിച്ച് നോക്കാത്ത, അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി ധാരണയില്ലാത്ത ആളുകളാണ് ഇന്നും നമുക്ക് ചുറ്റുമുള്ളത്. ഇപ്പം നമുക്ക് പോലും അത്ര പരിജ്ഞാനമില്ല ആ കാര്യത്തിൽ. അപ്പം എന്താണ്, ഒരു മാധ്യമ പ്രവർത്തകർ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അത്രയും പരിജ്ഞാനമില്ലാത്തൊരു സ്ഥലത്ത് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പറയുകയാണ് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന സമയത്ത് ആളുകൾ വിചാരിക്കും ഓക്കെ അത് ശരിയാണ്, ഞങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ നടപ്പിലാക്കില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളെ ഇവിടെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇവിടെ സേഫ് ആണ്, ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്നെ തടയാൻ എന്നാണ് പറഞ്ഞത്. എന്തിനാണ് തടയുന്നത്? ഇവിടുത്തെ ഒരു മുസ്ലിമിനെ പോലും പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു മുസ്ലിമിനെയും പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മുസ്ലിമിനെയും പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ജനിച്ചു വളർന്ന ഒരു മുസ്ലിമിനെയും പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പകരം പറഞ്ഞത് ഇത്തരം ബംഗ്ലാദേശ് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറി വന്നിട്ടുള്ള ഇസ്ലാമിക കുടിയേറ്റ വിഭാഗമുണ്ട്. അവരിൽ തീവ്രവാദികൾ ഏത് നല്ലവരേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അവരെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർക്ക് അവരുടെ മാതൃരാജ്യമുണ്ട്, അവിടേക്ക് പോയിക്കോളൂ. ഹിന്ദുക്കൾക്ക് വേറെ ഏതാണ് രാജ്യമുള്ളത്? ഒരു നേപ്പാളുണ്ട്, ഒരു ഇന്ത്യയുണ്ട്, വേറെ ഒരു രാജ്യവും ഇല്ല. നിലവിൽ ഇതാണ് സംഭവം. അപ്പം ഇത്തരം കാര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മോദി ഇത്തരത്തിലൊരു നിയമം എടുത്തത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന കൂട്ടക്കുരുതി, ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി നടന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇതിനെ നമ്മളൊക്കെ ഈ അവിടുത്തെ ക്രൂരത കണ്ടുകൊണ്ട് കണ്ണിൽ വെള്ളം, അതായത് കണ്ണിൽ മനുഷ്യന്റെ മനുഷ്യത്വമുള്ളവന് ഏറ്റവും കണ്ടു നിൽക്കാൻ കഴിയാത്ത, നെഞ്ചു പൊട്ടിപ്പോകുന്ന തരത്തിൽ അവിടുത്തെ പിഞ്ചുകുട്ടികളെ വരെ അവർ ആക്രമിക്കുമ്പോൾ ആ രീതിയിൽ അവിടുത്തെ ഒരുപാട് ഹിന്ദു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഓടി വരികയാണ്. പക്ഷേ നമ്മുടെ BSF അവരെ പലപ്പോഴും അതിർത്തിയിൽ തടയേണ്ടി വന്നു. കാരണം പെട്ടെന്ന് അങ്ങനെ കടത്തി വിട്ടുകൂടാ. കാരണം ഇതിൽ ആരുണ്ട് എന്ന് നമുക്കറിയാം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാരുണ്ടാവും. ഈ നുഴഞ്ഞു കയറ്റക്കാരെ കൊണ്ട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയിട്ട് ഇവിടെ നടപ്പിലാക്കുന്ന രഹസ്യ അജണ്ടകളും അത് വെച്ച് പൊട്ടിത്തെറികളും അവിടെ വെച്ച് അതുകൊണ്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കൃത്യമായ വിവരം ഇന്റലിജൻസ് സംവിധാനങ്ങളും പോലുള്ള സംഘടനകളും സുപ്രീം കോടതിയിൽ വരെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ന്യായീകരിക്കുന്നവർ ന്യായീകരിച്ചാൽ മാത്രം പോരാ, കൃത്യമായ ഡാറ്റ വെച്ച് സംസാരിക്കണം. അതായത് ഇവിടെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ നുഴഞ്ഞു കയറുന്ന ആളുകൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന, ഇപ്പൊ കേരളത്തിൽ വരെ വന്നുകൊണ്ട് ചെറിയ ചെറിയ പോക്കറ്റുകൾ ഉണ്ടാക്കി ബംഗാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ബംഗാളിൽ നിന്ന് വന്നവരായിക്കൊള്ളണമെന്നില്ല, ബംഗ്ലാദേശികളാണ്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലവരുണ്ടാവാം, മോശം ഉണ്ടാവാം. നമുക്ക് അങ്ങനെ വലയിട്ട് പിടിച്ച് വേർതിരിച്ച് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവരൊരു നിയമം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ ന്യൂനപക്ഷം വേട്ടയാടുമ്പോൾ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായ നിയമത്തിന്റെ സഹായത്തോടുകൂടി ഇന്ത്യയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഹസീനയെ വരെ നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്തു. അവരെ ഒരു ഹിന്ദു അല്ല, സ്വീകരിച്ചു. അപ്പോൾ അവിടെ എന്താണ് കൃത്യമായി നമ്മുടെ ഈ ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട, സിഖ് വിഭാഗങ്ങളിൽപ്പെട്ട, ക്രിസ്ത്യൻ, ജൈന, സിഖ്, പാർസി തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് കൃത്യമായി ഇവിടെ ഒരു എന്ത് കൊടുക്കുക? ഇവിടെ അഭയം കൊടുക്കുക. അങ്ങനെ അഭയം കൊടുക്കാൻ വേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിലവിൽ UPA സർക്കാരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 11 വർഷം ഇന്ത്യയിൽ ജീവിച്ചാൽ മാത്രമാണ് നമുക്കിവിടെ എന്ത് കിട്ടുകയുള്ളൂ? പൗരത്വം കിട്ടുകയുള്ളൂ. പക്ഷെ അതും ഈ നിയമത്തിലൂടെ മാറ്റപ്പെട്ടു. കാരണം 5 വർഷം ഇന്ത്യയിൽ തുടർച്ചയായി ജീവിച്ചാൽ ഒരാൾക്ക് പൗരത്വം കിട്ടും. അതായത് ഞാനിപ്പോൾ ബംഗ്ലാദേശിലുള്ള ഒരു വ്യക്തിയാണ്, ഞാനൊരു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷക്കാരനാണ്, എനിക്കവിടെ അക്രമമുണ്ട്, എനിക്കവിടെ എൻ്റെ മാനത്തിനും ജീവനും ഒക്കെ ഭീഷണിയുണ്ട്, ഞാൻ ഇവിടത്തേക്ക് വരുന്നു. അപ്പം ഞാനിവിടെ സർക്കാരിൻ്റെ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ 5 വർഷം ഇവിടെ ജീവിക്കുന്നു, എന്നെ സർക്കാർ നിരീക്ഷിക്കും. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഞാനിവിടെ 5 വർഷം ജീവിക്കുമ്പോൾ ആ 5 വർഷത്തിന് ശേഷം എനിക്കിവിടെ വലിയ നിയമ തടസ്സമില്ല
ഇല്ലാതെ ഇവിടെ എന്ത് കിട്ടും? ഇന്ത്യൻ പൗരത്വം കിട്ടും. അത് അവർക്ക് വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ 11 വർഷം വെയിറ്റ് ചെയ്യണം. അതെ, 11 വർഷം വെയിറ്റ് ചെയ്യണം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പല മുസ്ലിം രാഷ്ട്രങ്ങളിലെയും ആളുകൾ ഇപ്പൊ സൗദി അറേബ്യ, ഗൾഫ് രാഷ്ട്രം എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രമാണ്. സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും ഒന്നും തന്നെ പല മുസ്ലിം രാഷ്ട്രങ്ങളിലെയും ഷിയ മുസ്ലിങ്ങളും മറ്റു പല സുന്നികളും ഒക്കെ തമ്മിലുള്ള അക്രമത്തിന്റെ പുറത്ത് നാട് വിടുന്നവരെ അവിടേക്ക് അടുപ്പിക്കാറില്ല. അവർക്കറിയാം അതൊരു മതത്തെ പറയുന്നതല്ല, മതത്തിന്റെ പേരിൽ തീവ്രവാദം നടപ്പിലാക്കുന്നവർക്കെതിരെയാണ് പറയുന്നത്. അല്ല, ഇവിടെ ഈ തീവ്രവാദം നടത്തുന്നവർക്കെതിരെ സംസാരിക്കുമ്പോൾ അത് ആ മതത്തിനെതിരെ പറയുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ. തീർച്ചയായും അവിടെ അതാണ്. അതായത് നമ്മളൊരു രാജ്യത്തിന്റെ നാഷണാലിറ്റിയെ പറ്റി അല്ലെങ്കിൽ നാഷണൽ സുരക്ഷയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അത് മതവിരുദ്ധമാണ് എന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ് പ്രശ്നം. ഇവിടത്തെ മുസൽമാനെ, ഇവിടത്തെ ഹിന്ദുവിനെ, ഇവിടത്തെ സിഖുകാരനെ, ഇവിടത്തെ ക്രിസ്ത്യാനിയെ എല്ലാം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ ശിക്ഷിക്കും. അവൻ തീവ്രവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷിക്കും. ഞാൻ തീവ്രവാദം നടത്തിയാലും, ഞാൻ വർഗീയത പറഞ്ഞാലും, ഞാൻ എന്ത് ചെയ്താലും എന്നെ ഇവിടത്തെ നിയമപ്രകാരമാണ് ശിക്ഷിക്കുക, അല്ലെ? പുറത്തു നിന്ന് വരുന്ന ഒരു മനുഷ്യനെ നമുക്ക് അളക്കാൻ പറ്റില്ല. ഞാൻ പറയാം, ഇപ്പം ഡൽഹിയിൽ അവിടെ വലിയ സ്ഫോടനം നടന്നു. ആ ഹോട്ടലിൽ, എനിക്ക് തോന്നുന്നു അത് താജ് ഹോട്ടലിലായിരുന്നു ആ വലിയ സ്ഫോടനം ഉണ്ടായത്, വലിയ ഏറ്റുമുട്ടലുണ്ടായി. അത് പുറത്തു നിന്ന് വരുന്ന കസബ് അബ്ദുൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേരുകൊണ്ട് മറന്നു, ആ തീവ്രവാദിയുടെ പേര് മറന്നുപോയി, കസബ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അയാൾ നുഴഞ്ഞു കയറിയ ഒരു ഭീകരനായിരുന്നു. ഇപ്പോൾ എന്താണ്, ജമ്മു കാശ്മീരിനെ കൃത്യമായി ഇന്ത്യ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുകയും അനുച്ഛേദം 370 മാറ്റി നിർത്തുകയും അവിടെ ഒഴിവാക്കുകയും ചെയ്തതോടുകൂടി അവിടെ എല്ലാ ആളുകൾക്കും പോകാനും സ്ഥലം വാങ്ങാനും കൃത്യമായി അവിടെ എന്താണ് ഹോസ്പിറ്റൽ സൗകര്യങ്ങളും അതായത് സ്കൂളുകളടക്കമുള്ളവ തുടങ്ങുകയും അവിടുത്തെ ജനങ്ങൾക്ക് ഈ തീവ്രവാദികൾ ചെന്ന് കയറി അവരെ ഈ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് അവിടുത്തെ യുവതയെ ഈ തീവ്രവാദത്തിലേക്ക് ഇറക്കുന്നതിന് അവർ തീവ്രവാദത്തിന് അനുകൂലമായ സാഹചര്യം കാശ്മീരിൽ സൃഷ്ടിക്കുകയായിരുന്നു ഇത്രയും കാലം. അതിനെ മാറ്റി അവർ ഇന്ത്യയുടെ ഭാഗമായി, ഇന്ത്യയിലെ മറ്റേത് സ്റ്റേറ്റിലെയും ജനങ്ങൾ ജീവിക്കുന്ന പോലെ അവരായി കഴിഞ്ഞു. അവിടെ എന്ത് ചെയ്തു? അവിടെ വിദ്യാഭ്യാസം കൊടുത്തു. നിങ്ങൾ പഠിക്കൂ, അതാണ് പറഞ്ഞത്. നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ സൗകര്യം വേണ്ടേ, അത് ചെയ്തോളൂ. അവിടെ വലിയ നിക്ഷേപങ്ങൾ കൊണ്ടുവന്നു. ഇതിനെയാണ് ഈ 370 വീണ്ടും പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നത്. ഇപ്പം പ്രീത ഇപ്പം അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് അവിടെ പോയിട്ടൊരു സ്ഥലം വാങ്ങാൻ പറ്റില്ലായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തോട് ചേർന്നൊരു സ്ഥലത്ത് പോയിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പോയിട്ട് അവിടെ സ്ഥലം വാങ്ങാം, അവിടെ താമസിക്കാം, അവിടെ ബിസിനസ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. ഇതിനെയൊക്കെയാണ് എതിർക്കും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൃത്യമായി പറയുന്നു, മതത്തിന്റെ പേരിലല്ല, ഇവിടെയുള്ള മതത്തിന്റെ പേരിലല്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദമുണ്ട് എന്നുള്ളത് നമുക്കറിയാം, ബംഗ്ലാദേശിൽ തീവ്രവാദമുണ്ട് എന്ന് നമുക്കറിയാം, പാകിസ്ഥാനിൽ തീവ്രവാദമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ അവിടെയുള്ള ഈ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതയുടെ മുഖം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ക്രൂരതയുടെ മുഖത്ത് നിന്ന് അവരെ രക്ഷിക്കാൻ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തിന് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന ഒരു ഭാരത സംസ്കാരമുണ്ട്. നമ്മുടെ ഹിന്ദുക്കളാണ് ഇവിടെ കൂടുതലുള്ളത്. നമ്മളെല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കുന്ന ആളുകളാണ്, എല്ലാവരെയും ഇവിടെ നമ്മൾ സ്വീകരിച്ചതാണ്. അതുപോലെ നമ്മുടെ സഹോദരന്മാരായി നിൽക്കുന്ന ആളുകൾ, ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇതെല്ലാം നമ്മുടെ അടുത്ത് വിട്ടുപോയതാണല്ലോ, അവരെല്ലാം നമ്മുടെ ചോരയാണ്. അവരെ നമ്മളോട് ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അവരെങ്ങോട്ട് പോകും? അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം പാസാക്കിയത്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരു ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ട് മുസ്ലിമിനെ മാത്രം മാറ്റി നിർത്തുന്നു എന്നൊരു ചോദ്യമായിരുന്നു അന്ന് ഉയർന്നത്. അതെ, അതിന്റെ കൃത്യമായ ഉത്തരമാണിത്. അവർക്ക് അവരുടെ മാതൃരാജ്യമുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ പറഞ്ഞയക്കുമെന്നല്ല, മറിച്ച് അവിടെ നിന്ന് നുഴഞ്ഞു കയറുന്ന മുസ്ലിം മതസ്ഥരായിട്ടുള്ള ആളുകളെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല. അവർ തീവ്രവാദികളാണോ അതെ, തീർച്ചയായും. ഞാനിപ്പോ മറ്റൊരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുകയാണ്. എൻ്റെ കാര്യങ്ങളൊന്നുമില്ല, ഞാനൊരു അഭയാർത്ഥിയായിട്ട് പോകുമ്പോൾ എന്നെ ആ രാജ്യം സ്വീകരിക്കില്ല. കൃത്യമായ വിസയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രിവിലേജ് വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്കൊരു മറ്റു രാജ്യത്ത് പോയി നമ്മുടെ താമസിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ CAA പറഞ്ഞ് കരഞ്ഞവർ, നിലവിളിച്ചവർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇതിന്റെ കാര്യത്തിൽ ഇവർക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാണുമെന്ന് ബോധ്യപ്പെടുകയൊന്നുമില്ല എങ്കിൽ പോലും സത്യസന്ധമായ കാര്യം ആ മോദിയുടെയും അമിത്ഷായുടെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പ്രതിരോധ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെയും ഒക്കെ എന്താണ് ഈ കടന്ന് കൊണ്ടുള്ള ചിന്താഗതി, ആ മുൻകൂട്ടി കാണുന്ന പവർ, അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അല്ല, നേരത്തെയും ഈ ബോധ്യപ്പെടായികയല്ല, ഇത് CAA എന്താണ് എന്ന് ബോധ്യപ്പെടായികയല്ലായിരുന്നു. അത് മറിച്ച് അത് മോദിക്കെതിരെ എങ്ങനെ ആക്രമിക്കും, മോദിയെ എങ്ങനെ ആക്രമിക്കാം എന്നുള്ള ഒരു ചിന്തയുടെ മേൽ വന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള പബ്ലിസിറ്റി ആയിരുന്നു. തീർച്ചയായും. അപ്പോൾ നമുക്കിത് അവസാനിപ്പിക്കാൻ പറയാനുള്ളത്, എന്തായാലും CAA യുടെ പ്രാധാന്യം ഇനിയെങ്കിലും ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.